ഇവിടെ എടുത്തു പറയേണ്ടത് ഭരണകൂടത്തിൻ്റെ അഴിമതി, കൈക്കൂലി, കെടുകാര്യസ്ഥത, സ്വജന പക്ഷപാതം, ധൂർത്ത്, ആഡംബരം, ഈ കാര്യങ്ങളാണ് മറ്റേതിനേക്കാളും ഈ യുവജന സമൂഹത്തെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അതിനെ ലഘൂകരിച്ച് അത് കേവലം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ നിരോധത്തിൻ്റെ പേരിലാണെന്നും യുവജനങ്ങളുടെ അസംതൃപ്തിയാണ്, കേവലം സാമാന്യ രീതിയിലുള്ള ഒരു അസംതൃപ്തിയാണെന്നും വരുത്തി തീർക്കുന്നത് ഭരണകൂട പരാജയങ്ങളെ മറച്ചുവെക്കാനുള്ള ഒരു സൂത്രപ്പണി മാത്രമാണ്. കാരണം ലോകത്തെവിടെയും ഭരണകൂടം അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും സ്വജനപക്ഷപാതം കൊണ്ടും മലിനമായിട്ടുണ്ടോ അവിടെയൊക്കെ ജനങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ആ ഭരണകൂടങ്ങളെ വലിച്ച് താഴെയിട്ട് അല്ലെങ്കിൽ ആട്ടിപ്പായിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് നേപ്പാളിലും നടക്കുന്നത്.